+2 ഓണപരീക്ഷയിൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കലാണ്. An archaeological substance contained wood had only 66.66% of C14 found in a tree. Calculate the age of the sample if the half-life of C14 is 5730 years. അതായത് C14ന്റെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് ടി ഹാഫ് തന്നിട്ടുണ്ട്. അത് എന്തിനോട് ഈക്വൽ ആണ്? 5730 ഇയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ സാമ്പിളിന്റെ ഏജ് ആണ്, വിച്ച് മീൻസ് ടൈം ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടി ഹാഫ് തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കെ കണ്ടുപിടിക്കാം, കെ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫും കെയും തമ്മിലുള്ള റിലേഷൻ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ എന്നുള്ളതാണ്. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്നും കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? K is equal to 0.693 divided by T half. ഇവിടെ T half എത്രയാണ്? 5730 ഇയേഴ്സ് ആണ്. സോ കെയുടെ വാല്യൂ നിങ്ങൾക്ക് 1.21 into 10 raised to -4 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ കെയുടെ വാല്യൂ കിട്ടി. ഇനി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടി ഇസ് ഈക്വൽ ടു, ടിയുടെ ഇക്വേഷൻ 2.303 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ലോഗ് R0/R എന്നുള്ളതാണ്. ലോഗ് R0/R. ഇവിടെ കെയുടെ വാല്യൂ നമുക്കറിയാം. കെയുടെ വാല്യൂ എത്രയാണ്? കെ ഇസ് 1.21 into 10 raised to -4. ആൻഡ് ലോഗ് R0/R പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ ഇനിഷ്യലി നമ്മളുടെ കയ്യിലുള്ളത് 100% ആണ്. ഇവിടെ പെർസെൻറ്റേജിലാണ്. 100% ആണ് ഇനിഷ്യലി നമ്മളുടെ കയ്യിലുള്ളത്. ആൻഡ് ഇപ്പോൾ എത്രയുണ്ട്? ഇപ്പോൾ 66.66% ഉണ്ട്. സോ ഇനിഷ്യലി ഉള്ള R0ക്ക് പകരം നമുക്ക് 100 എന്ന് കൊടുക്കാം. 100% ആണ് ഡിവൈഡഡ് ബൈ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് 66.66% ആണ്. സോ നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 3352.38 ഇയേഴ്സ് എന്ന് കിട്ടും.